കാസർഗോഡ് സ്വദേശി സൗദിയിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ മരിച്ചത് കുറ്റിക്കോൽ ഏണിയാട് സ്വദേശി ബഷീറാണ്. എങ്ങനെയാണ് വെടിയേറ്റതെന്ന വിവരം വ്യക്തമല്ലെന്നും സ്പോൺസറുമായി ബന്ധപ്പെട്ട് വരികയാണെന്നും ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചത് ഞായറാഴ്ച രാവിലെയാണ്. കൂടുതൽ വിവരങ്ങളുമായി സരീഷ് പി കെ ചേരുന്നു. സരീഷ്, എത്ര മണിയോടെയാണ് ഈ ബന്ധുക്കൾക്ക് വിവരം കിട്ടുന്നത്? എന്തൊക്കെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ? കഴിഞ്ഞ 15 വർഷമായി ബഷീർ സൗദിയിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയാണ്. കഴിഞ്ഞ ദിവസവും ഈ ബന്ധുക്കളുമായൊക്കെ അദ്ദേഹം സംസാരിച്ചിരുന്നു. ഇന്ന് രാവിലെയാണ് ഈ സ്പോൺസർ വഴി ഈ ബന്ധുവിനെ, അതായത് സഹോദരനെ ബന്ധപ്പെടുകയും ഈ ബഷീറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്ന കാര്യം അറിയിക്കുകയും ചെയ്തത്. എന്നാൽ എവിടെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്, ടാക്സിയിലാണോ അതോ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്താണോ തുടങ്ങിയ കാര്യങ്ങളിലൊന്നും ഈ കോളിൽ വ്യക്തത വരുത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം പലതവണ സ്പോൺസറുമായി സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ സ്പോൺസറുമായി ആദ്യഘട്ടത്തിൽ ഇതുവരെ സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഈ മരണവിവരം മാത്രമാണ് തങ്ങൾക്ക് കൈമാറിയിട്ടുള്ളത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ള വിവരങ്ങൾ ഇപ്പോൾ ബന്ധുക്കൾക്ക് ലഭിച്ചിട്ടില്ല. മരണകാരണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ വെടിയേറ്റത്, എവിടെ വെച്ചാണ് വെടിയേറ്റത്, ഈ ആരൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം താൻ ആ സമയത്ത് ഈ കോൾ വന്നപ്പോൾ, ഈ രാവിലെ 9 മണിയോടെയാണ് ഈ കോൾ വന്നത്, ആ സമയത്ത് ഈ കോൾ വിളിച്ച ആളോട് ചോദിച്ചിരുന്നു. പക്ഷെ അതിലൊന്നും ഒരു വ്യക്തത വരുത്താൻ സാധിച്ചിട്ടില്ല. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന മറുപടി മാത്രമായിരുന്നു നൽകിയത്. എന്തായാലും സ്പോൺസറെ ബന്ധപ്പെട്ടതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരൂ എന്നാണ് സഹോദരൻ അറിയിച്ചിരിക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഈ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുകൂടി ഈ ഫോണിലൂടെ അറിയിച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങളിലൊന്നും ഇതുവരെ കുടുംബത്തിന് വ്യക്തത വന്നിട്ടില്ല. മലയാളി സൗദിയിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാൻ ഉണ്ട്. കുറ്റിക്കോൽ ഏണിയാട് സ്വദേശി ബഷീറാണ് മരിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സരീഷ് പി കെ കണ്ണൂരിൽ നിന്ന്.